നമസ്കാരം. കേരളത്തിന് ഒരു പുതിയ പനിപ്പേടി കൂടി, നിപ വൈറസ് പനി. ഇതുവരെ 10 പേരുടെ ജീവനെടുത്തു, 7 പേരുടെ നില ഗുരുതരം. വവ്വാലുകൾ ഇത്ര വലിയ ഭീഷണിയാകുമെന്ന് ആരും കരുതിയതല്ല. ആരോഗ്യരംഗത്തുള്ളവർ ആശങ്ക വേണ്ടെന്നു പറയുന്നു. എന്നാൽ പേരാമ്പ്രയിൽ പിരിമുറുക്കമുണ്ട്. ഒരു കുടുംബത്തിലെ 3 പേർ അവിടെയാണ് മരിച്ചത്. അതോടെയാണ് വൈറൽ പനിയുടെ യഥാർത്ഥ മുഖം പുറത്തു വന്നത്. രോഗികൾ മാത്രമല്ല ഇരകളായത്. രോഗികളെ പരിചരിക്കുന്നവരും രോഗിയുടെ അടുത്ത് കിടന്ന മറ്റ് രോഗികൾ പോലും നിപ വൈറസിന്റെ സംഹാര ശക്തിയിൽ മരണത്തിന് കീഴടങ്ങി. നഴ്സായ ലിനിയുടെ മരണമാണ് ഇന്ന് ഏവരെയും ദുഃഖത്തിലാഴ്ത്തിയത്. NRHM കരാർ ജീവനക്കാരിയാണ്. തുച്ഛമായ ദിവസവേതനത്തിന് മണിക്കൂറുകൾ പ്രയത്നിക്കുന്നവളാണ് ലിനി. 6 വയസ്സും 2 വയസ്സുമുള്ള 2 മക്കളുടെ അമ്മ, പ്രാരാബ്ധക്കാരി. നിപ രോഗിയെ പരിചരിക്കുന്നതിനിടെയാണ് രോഗം പകർന്ന് ലിനിയുടെ മരണം സംഭവിച്ചത്. മക്കൾക്ക് പോലും മൃതദേഹം കാണാൻ കഴിഞ്ഞില്ല. മൃതദേഹം തൊടുന്നവരിലേക്കും അത് സംക്രമിക്കും. അത്ര മാരകമാണ് ആ വൈറസ്. അമ്മയെ അവസാനമായി ഒന്ന് കാണാൻ പോലും കഴിയാതെ ആ മക്കൾ ലിനിയോട് യാത്ര പറഞ്ഞു. ഇതേ ദിവസം തന്നെ കേൾക്കുന്ന വാർത്തയാണ് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രി ലക്ഷങ്ങൾ വരുന്ന ബിൽ അടയ്ക്കാതെ നിപ രോഗിക്ക് ചികിത്സ നൽകില്ലെന്ന നിലപാടെടുത്തത്. ഇതേ ദിവസം തന്നെ കേൾക്കുന്ന വാർത്തയാണ് നഴ്സുമാരുടെ വേതന വിജ്ഞാപനം റദ്ദാക്കാൻ സ്വകാര്യ ആശുപത്രികൾ സുപ്രീം കോടതി കയറിയെന്നത്. കരുണയുടെയും കൊള്ളയുടെയും 2 മുഖങ്ങൾ നിപയുടെ പശ്ചാത്തലത്തിൽ കേരളം ഒരിക്കൽ കൂടി കാണുന്നു. ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്ക് അങ്ങനെ നിരവധി സാമൂഹ്യ തലങ്ങളുള്ളപ്പോഴും ഉള്ളു നടുക്കി നാട്ടിലെത്തിയ നിപയെ എങ്ങനെ നിയന്ത്രിക്കാമെന്ന മുഖ്യ പ്രശ്നത്തെക്കുറിച്ചാണ് സൂപ്പർ പ്രൈം ടൈം ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഒറ്റ ചോദ്യം ചോദിച്ചുകൊണ്ട്, നിപ വൈറസ് നിയന്ത്രണ വിധേയമോ? ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ ആരോഗ്യ വിദഗ്ധനും ഇൻഫോ ക്ലിനിക്കിന്റെ പ്രതിനിധിയുമായ ഡോക്ടർ PS ജിനേഷ്, CPM നേതാവ് പുരുഷൻ കടലുണ്ടി MLA, കോൺഗ്രസ് നേതാവ് MK രാഘവൻ MP, ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പ്രതിനിധി KP അരവിന്ദൻ എന്നിവർ സൂപ്പർ പ്രൈം ടൈമിൽ അതിഥികളായി പങ്കുചേരുന്നു. ആരോഗ്യമന്ത്രി KK ശൈലജയെ ടെലിഫോൺ ലൈനിലും പ്രതീക്ഷിക്കുന്നു. നിപയെ നേരിടേണ്ടത് എങ്ങനെയെന്നാണ് സൂപ്പർ പ്രൈം ടൈം ആദ്യം ചർച്ച ചെയ്യുന്നത്. ഡോക്ടർ PS ജിനേഷ്, ഇന്നിപ്പോൾ മണിപ്പാൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഡോക്ടർ പറയുകയുണ്ടായി മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ, 10 മണിക്കൂർ കൊണ്ട് നമുക്ക് ഏതു വൈറസാണ് ഈ രോഗബാധയ്ക്ക് പിന്നിലെന്ന് കണ്ടെത്താൻ കഴിഞ്ഞു എന്ന്. അപ്പോൾ ഇത് ഗൗരവത്തോടെ എടുത്തിരിക്കുന്നു. എന്നാൽ ആശങ്ക വേണ്ടതില്ല. കാരണങ്ങൾ മനസ്സിലായി കഴിഞ്ഞു. ഇനി പ്രതിരോധം എന്നതിലേക്ക് മാത്രം ഊന്നിയാൽ മതി, അല്ലാതെ ഈ വൈറസിൻ്റെ ഒരു വ്യാപനം എന്ന ആശങ്ക വേണ്ട എന്നൊരു ആത്മവിശ്വാസമാണ് ഇവരുടെ എല്ലാം വാക്കുകളിൽ നിന്ന് വരുന്നത്. അങ്ങനെ കണ്ടാൽ മതിയോ? കൂടുതൽ ഈ പറയുന്ന തരത്തിൽ ജീവനെടുക്കുന്ന ഒരു വിളയാട്ടം മറ്റ് സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കുന്ന സാഹചര്യം ഇതൊന്നും ഉണ്ടാകില്ല എന്ന് കരുതാമോ? വളരെ ഗൗരവമുള്ള ഒരു സാഹചര്യമാണിത്. അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഗൗരവമുള്ള സാഹചര്യമെന്ന് നമ്മൾ പറയുമ്പോൾ അതിനെ പരിഭ്രാന്തിയോടെ നേരിടണമെന്നല്ല ഞാൻ പറയുന്നത്. വളരെ കരുതലോടെ, ജാഗ്രതയോടെ മുൻപോട്ട് പോകേണ്ട ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഇപ്പോൾ ചോദിച്ച ചോദ്യത്തിലെ പ്രധാന വസ്തുത തന്നെ ഇത് പടർന്നു പിടിക്കാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ളതാണ്. അങ്ങനൊരു സാധ്യതയുണ്ട് എന്നുള്ളതാണ് സത്യം. അങ്ങനൊരു സാധ്യത പൂർണ്ണമായിട്ടും അടയ്ക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിന് എങ്ങനെയാണ് ഈ അസുഖം പകരുന്നത് എന്ന് നമുക്ക് വളരെ വ്യക്തമായ രീതിയിൽ മനസ്സിലാവണം. അതുപോലെ എങ്ങനെ ഈ അസുഖം കേരളത്തിലെത്തി എന്ന് നമ്മൾ മനസ്സിലാക്കണം. എങ്ങനെ അസുഖം കേരളത്തിലെത്തി എന്നുള്ള കാര്യത്തിൽ ഇതുവരെ നമുക്ക് തീരുമാനമെടുക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. എന്നാൽ അത് തീരുമാനമെടുക്കാൻ പറ്റില്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ അതിലേക്കുള്ള ഡയറക്ഷനിൽ നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മൾ നീങ്ങേണ്ടതുണ്ട്. താരതമ്യേന വളരെ പുതിയ അസുഖങ്ങളിലൊന്നാണിത്. നമ്മൾ ചരിത്രം പരിശോധിച്ചാൽ 1999 90കളുടെ അവസാനം മാത്രമാണ് ഇങ്ങനൊരു അസുഖമുണ്ട് എന്ന് നമുക്ക് മനസ്സിലായത്. മലേഷ്യയിലാണ് ആദ്യമായിട്ട് ഈ അസുഖം റിപ്പോർട്ട് ചെയ്യുന്നത്. പന്നികളിൽ വളരെയധികം രോഗം ബാധിക്കുകയും അങ്ങനെ പന്നികൾ കുറേയേറെ ചത്തൊടുങ്ങുകയും പന്നികളെ പരിപാലിക്കുന്ന മനുഷ്യർ കുറേയേറെ മരിക്കുകയും ചെയ്തപ്പോഴാണ് ഈ ഒരു അസുഖത്തിൻ്റെ സാധുത തന്നെ പരിശോധിക്കുന്നതും ജപ്പാൻ ജ്വരമാണെന്നുള്ള സംശയത്തിൽ ആദ്യം കരുതിയെങ്കിലും പിന്നീട് അതല്ല എന്ന് മനസ്സിലാക്കുകയും മലേഷ്യയിലെ തന്നെ
ഒരു സ്ഥലത്തു നിന്ന്, നപ്പ എന്നാണ് സ്ഥലത്തിൻ്റെ പേര്, കാങ്പുങ് ബാര സുങ്കായി നപ്പ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നും ഒരു വ്യക്തിയുടെ CSF-ൽ നിന്നും, സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡിൽ നിന്നും ഈ വൈറസിനെ നമ്മൾ വേർതിരിച്ചെടുക്കുകയും ചെയ്തു. അതിനുശേഷം ലോകത്തിലാകെ ഉണ്ടായ പകർച്ചവ്യാധികളിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായത് ബംഗ്ലാദേശിലാണ്. ബംഗ്ലാദേശിനോട് അനുബന്ധിച്ചിട്ടുള്ള ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. എങ്കിൽ പോലും ഇതുവരെ ഇന്ത്യയിൽ 2 തവണ മാത്രമേ ഇതിൻ്റെ റിപ്പോർട്ട് ഉണ്ടായിട്ടുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ അസുഖം കേരളത്തിൽ വന്നത് എന്നുള്ളത് വളരെ വ്യക്തമായ രീതിയിൽ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അത് തടയേണ്ടതുണ്ട്. മലേഷ്യയിൽ നിന്നും നമുക്ക് മനസ്സിലായത് അവിടെ ഫ്രൂട്ട് ബാറ്റ്സ്, അതായത് വലിയ വവ്വാലുകൾ, നമ്മുടെ നാട്ടിൽ വലിയ വവ്വാലുകളും ചെറിയ വവ്വാലുകളുണ്ട്. അതിൽ ഫ്രൂട്ട് ബാറ്റ്സ് എന്ന് പറയുന്നത് വലിയ വവ്വാലുകളാണ്. ആ വലിയ വവ്വാലുകളിൽ നിന്ന് പന്നികളിലേക്ക് പടരുകയും അവിടെ നിന്ന് മനുഷ്യരിലേക്ക് പകരുകയും ചെയ്തു എന്നാണ് മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ ഈ വലിയ വവ്വാലുകൾ ഭാഗികമായി ഭക്ഷിച്ച കായ്കനികൾ കഴിച്ചവർക്ക്, ഈ വലിയ വവ്വാലുകളുടെ കാഷ്ടം വീണ കള്ള്, ടോഡി, അത് അങ്ങനെയുള്ള പാനീയങ്ങൾ കുടിച്ചവർക്ക് അസുഖമുണ്ടായി. മാത്രമല്ല മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്കും മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്കും ഈ അസുഖം പടർന്നു. 200-ൽ കൂടുതൽ, ഏതാണ്ട് 250-ൽ കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തതിൽ 100-ലധികം മരണങ്ങളുണ്ടായി അന്ന്. അപ്പോൾ ആ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മളിപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കേരളത്തിൽ എന്താണ് കാരണമെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. ഇപ്പോൾ ആ കിണറ്റിൽ വവ്വാലിനെ പിടിച്ചു എന്നറിയുന്നു. പക്ഷേ ഞാനത് മനസ്സിലാക്കുന്നിടത്തോളം അതൊരു ചെറിയ വവ്വാലാണെന്നാണ് മനസ്സിലാക്കുന്നത്. വലിയ വവ്വാലുകൾക്കും ചെറിയ വവ്വാലുകൾക്കും അസുഖം പടർത്താനുള്ള ശേഷിയുണ്ട് എന്നുള്ളത് സത്യമാണ്. പക്ഷേ ഇപ്പോൾ പിടിച്ചിരിക്കുന്ന വവ്വാൽ ഇതുവരെ ഈ രോഗം പകർത്തുന്നതായിട്ട് മനസ്സിലാക്കാത്തതാണ് എന്നാണ് എനിക്കറിയാൻ സാധിച്ചത്. അപ്പോൾ അതിൽ വ്യക്തമായൊരു രൂപരേഖ ഉണ്ടാവണം. അത് എങ്ങനെയാണ് കേരളത്തിലേക്ക് വന്നത്, അതിന് മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്കാണോ അതോ ഈ പറഞ്ഞ വവ്വാലുകളിൽ നിന്ന് മനുഷ്യരിലേക്ക് വന്നതാണോ എന്നുള്ളതൊക്കെ നമ്മൾ പരിശോധിക്കണം. ആ വീട്ടിലൊരു മുയൽ ചത്തിരുന്നു എന്നുള്ളതുകൂടെ പരിഗണിച്ചാൽ വവ്വാലിൽ നിന്ന് വരാനുള്ള സൂണോട്ടിക്കാകാനുള്ള സാധ്യത കൂടുതലാവുന്നു. ഇതൊരു വശം. രണ്ടാമത്തെ വശം, മനുഷ്യനെ ബാധിച്ച ഈ അസുഖം മറ്റുള്ളവരിൽ വരാതിരിക്കാനുള്ള സാഹചര്യം നമ്മൾ ഒരുക്കണം. അതിന് വ്യക്തമായുള്ള പ്രതിരോധ നടപടികൾ ആവശ്യമാണ്. ആ പ്രതിരോധ നടപടികൾ കുറേയേറെ സ്വീകരിച്ചു വരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരിയായ രീതിയിൽ ഉള്ള ബോധവൽക്കരണം ഏറ്റവും പ്രധാനമാണ്. അപ്പോൾ ഇതിനകത്ത് ആദ്യം നമ്മൾ പറഞ്ഞതുപോലെ വവ്വാലിൽ നിന്നാണ് വരുന്നതെങ്കിൽ നമ്മളും ഈ പറഞ്ഞ ഭാഗികമായി ആഹരിച്ച വവ്വാലുകളോ അല്ലെങ്കിൽ പക്ഷിമൃഗാദികളോ ആഹരിച്ച ഭക്ഷണം കഴിക്കാൻ പാടില്ല. ഭക്ഷണം എന്ന് പറയുന്ന കായ്കനികൾ കഴിക്കാൻ പാടില്ല. അത് ചിലപ്പോൾ പേരയ്ക്കയാകാം, ചാമ്പങ്ങയാകാം, മാങ്ങയാകാം, ചിലപ്പോൾ ഞാവലാകാം. അതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഉപേക്ഷിക്കണം. അതുപോലെ ഈ ശരീരസ്രവങ്ങളിലൂടെയാണ് അസുഖം പകരുന്നത് എന്നാണ് ഇതുവരെ നമ്മൾ മനസ്സിലാക്കിയത്. എന്നാൽ ഇപ്പോൾ വാർത്തകളിൽ കാണുന്നു, കേന്ദ്ര സംഘം പറഞ്ഞിരിക്കുന്നു വായുവിലൂടെ പകരുമെന്ന് പറഞ്ഞിരിക്കുന്നു. അതിനെക്കുറിച്ച് വീണ്ടും പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ ശരീരസ്രവങ്ങളിലൂടെ ആണെങ്കിൽ ഈ പറഞ്ഞതുപോലെ കള്ള് പോലുള്ള പാനീയങ്ങൾ നമ്മൾ ഒഴിവാക്കണം, പൂർണ്ണമായിട്ട് ഒഴിവാക്കണം. പ്രത്യേകിച്ച് ആ ഭാഗത്തുള്ള ആൾക്കാരത് ഒഴിവാക്കണം. പിന്നെ ഉള്ളത് മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്കാണ്. മൃഗങ്ങളിലേക്കുള്ളൊരു ട്രാൻസ്മിഷൻ നമുക്ക് ഇതുവരെ കേരളത്തിൽ ഒരു സംശയമൊന്നും തോന്നിയിട്ടില്ല. എവിടെയെങ്കിലും കൂടുതലായി മൃഗങ്ങൾക്ക് എന്തെങ്കിലും രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അടുത്തുള്ള മൃഗസംരക്ഷണ വകുപ്പിനെയോ മൃഗഡോക്ടറെയോ നേരിട്ട് കാണാൻ ഓരോ വ്യക്തിയും തയ്യാറാവണം. മൃഗങ്ങളെ ആട്ടിപ്പായിക്കുന്നതോ അല്ലെങ്കിൽ വവ്വാലുകളെ പറത്തിവിടുന്നതോ കൊല്ലുന്നതോ ഒന്നും ഒരു പരിഹാരമല്ല. അതൊക്കെ എലിയെ പേടിച്ച് ചില്ലം ചുടുന്നത് പോലാണ്, കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക് തടയാനുള്ള മാർഗ്ഗങ്ങളാണ് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. ഒന്നാമത്, അസുഖബാധയുള്ളവരിൽ നിന്നും മറ്റൊരാൾക്ക് അസുഖം കിട്ടാനുള്ള എല്ലാ സാഹചര്യങ്ങളും നമ്മൾ ഒഴിവാക്കണം. ശരീരസ്രവങ്ങളാണെങ്കിൽ ബോഡി കോണ്ടാക്റ്റ് കൊണ്ടാണ് പകരുന്നത്. അപ്പോൾ അസുഖബാധയുള്ളവരെ പരിചരിക്കുന്നവർ വളരെയധികം വ്യക്തിശുചിത്വ മാർഗ്ഗങ്ങൾ സ്വീകരിക്കണം. ഇപ്പം ആരോഗ്യ പ്രവർത്തകരാണെങ്കിൽ N95 പോലുള്ള മാസ്കുകൾ, ഗൗണുകൾ, ഗ്ലൗസുകൾ, ഇതുപോലെ ശരീരവുമായിട്ട് നേരിട്ടുള്ള കോണ്ടാക്റ്റ് പരമാവധി ഒഴിവാക്കുക. രോഗിയെ പരിചരിക്കുന്നവരുമായിട്ടും അടുത്തിടപഴകുമ്പോൾ. അതുപോലെ രോഗിയെ പരിചരിക്കുന്നവർക്കും ഇതുപോലുള്ള മുൻകരുതലുകൾ സ്വീകരിക്കാവുന്നതാണ്. എങ്ങാനും സ്പർശിക്കേണ്ട ഒരു സാഹചര്യം വന്നാൽ കൈ കാലുകൾ വളരെ വൃത്തിയായി സോപ്പ് ഉപയോഗിച്ച് കഴുകുക. അതുപോലെ തന്നെ നമ്മൾ കൂടുതൽ സമയം പരിചരിക്കേണ്ട ഒരു സാഹചര്യം വന്നാൽ സോപ്പ് ഉപയോഗിച്ച് കുളിക്കുക. അപ്പം വളരെയധികം ശ്രദ്ധിക്കണം. അതുപോലെ ഈ പനിയുമായിട്ട് താങ്കളിലേക്ക് തിരികെ എത്താം. ഡോക്ടർ PS ജിനേഷ്. ശ്രീ MK രാഘവൻ MP, ഇപ്പോൾ ഇതിൻ്റെ സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് താങ്കൾ കേന്ദ്രത്തിനും സംസ്ഥാനത്തിനുമൊക്കെ കത്തെഴുതുകയൊക്കെ ഉണ്ടായി. ഇപ്പോൾ അവിടുത്തെ ആ നാട്ടുകാരുടെ ഒരു മാനസികാവസ്ഥ എന്താണ് എന്നാണ് അങ്ങയുടെ ഒരു വിലയിരുത്തൽ? കാരണം നല്ല ഇത്തരം ഇപ്പോൾ ഡോക്ടർ ജിനേഷ് ചൂണ്ടിക്കാട്ടിയ മുൻകരുതൽ നടപടികളുമായി ബന്ധപ്പെട്ട് വലിയ പ്രചാരം സോഷ്യൽ മീഡിയയിലുണ്ട്. എന്നാൽ ആശങ്ക പരത്തുന്നതായിട്ടുള്ള വിവരങ്ങളുടെ കൈമാറ്റവും അതേ വേഗതയിൽ തന്നെ നടക്കുന്നുണ്ട്. അതിനൊരു ഉദാഹരണമാണ് ഊരുവിലക്ക് നേരിടുന്നു. ഈ കുടുംബം അല്ലെങ്കിൽ ആ പ്രദേശത്തുള്ളവർ പരസ്പരം സമ്പർക്കപ്പെടാൻ ഭീതി ഉള്ള രൂപത്തിൽ ആണ്. ഈ 1 മീറ്ററിനകത്ത് വായുവിലൂടെയും ഇത് പകരാമെന്ന് ഈ കേന്ദ്ര സംഘം കൂടി ആവർത്തിക്കുന്നതോടെ
രോഗാണുക്കളെ ഒഴിവാക്കി നിർത്തുക എന്നതിന് പകരം രോഗികളെ അല്ലെങ്കിൽ മനുഷ്യരെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അകറ്റുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നൊക്കെയുള്ള വിവരങ്ങളുമുണ്ട്. എന്താണ് അവിടുത്തെ ഒരു സാഹചര്യം? ജനങ്ങളുടെ പ്രതികരണം എന്താണ്? വേണു, ഇത് ജനങ്ങൾ വളരെ ആശങ്കയിലാണ്. കാരണം ഒരു അപൂർവമായ രോഗം ജനങ്ങളെ കീഴടക്കുന്നൊരവസ്ഥ കേരളത്തിൽ ഉണ്ടായിക്കഴിഞ്ഞിരിക്കുന്നു. നേരത്തെ ഡോക്ടർ സൂചിപ്പിച്ച പോലെ ഇത് ശരീരസ്രവങ്ങളിലൂടെയാണോ വായുവിൽ കൂടിയാണോ, ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ഇനിയും ഗവേഷണം നടക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഇന്ന് പല ഭാഗങ്ങളിലും ആളുകൾ ഭയന്ന് കഴിയുകയാണ്. സ്വകാര്യ ആശുപത്രികളെ പലരും ആശ്രയിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഗവൺമെൻറ് ചെയ്യേണ്ട കാര്യം ഇവർക്കാവശ്യമായ സൗജന്യ ചികിത്സ, അതുപോലെ തന്നെ ബോധവൽക്കരണം ഇത് രണ്ടും വളരെ അനിവാര്യമായ ഒന്നാണ്. നേരത്തെ വേണു ചൂണ്ടിക്കാണിച്ച പോലെ തന്നെ രോഗബാധിതരായ അവരുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് അവരെ ഒറ്റപ്പെടുത്തിയിരിക്കുകയാണ് ആളുകൾ. കാരണം ആളുകൾ ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് മൃഗങ്ങളിൽ നിന്ന് മൃഗങ്ങളിലേക്ക്, മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് അങ്ങനെ പകർന്നുകൊണ്ടിരിക്കുന്ന രോഗം നിലക്ക് എല്ലാവരും ഭയപ്പെടുകയാണ്. അപ്പോൾ ഇതിന് ആവശ്യം എനിക്ക് തോന്നുന്നത് നേരത്തെ ഡോക്ടർ ചൂണ്ടിക്കാണിച്ച പോലെ ഇത് എവിടെ നിന്നാണ് ഇത് ബാധിച്ചിട്ടുള്ളത്, ഇതിൻ്റെ ഉത്ഭവം എവിടെയാണ്, അത് കൃത്യമായി കണ്ടുപിടിക്കാൻ നമുക്ക് സാധിക്കണം. ഞാൻ കൂട്ടത്തിലൊരു കാര്യം ഞാൻ പറയാം. ഇവിടെ നേരത്തെ ഡോക്ടർ സൂചിപ്പിച്ച പോലെ മലേഷ്യയിൽ നിന്ന് ആരംഭിച്ച രോഗം ബംഗ്ലാദേശിലെത്തി, ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലെത്തി. ഇത് മറുനാടൻ തൊഴിലാളികൾ നമ്മുടെ സംസ്ഥാനത്ത് 27 ലക്ഷത്തോളം ആളുകളുണ്ട്. അപ്പോൾ ശുചിത്വത്തിൻ്റെ കാര്യത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. വ്യക്തി ശുചിത്വം നമുക്കുണ്ട്, പൊതു ശുചിത്വം കുറഞ്ഞു വരുന്നു. അത് മലയാളികളെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട വിഷയമാണ്. അപ്പോൾ എവിടെ നിന്നാണ് ഈ രോഗത്തിൻ്റെ ഉത്ഭവം, അത് കണ്ടെത്താൻ നമുക്ക് നിർബന്ധമായും കേരളം പോലുള്ള സംസ്ഥാനം സംസ്കാരത്തിലും സാക്ഷരതയിലും വിദ്യാഭ്യാസത്തിലും മുന്നിട്ട് നിൽക്കുന്ന കേരളം, ഈ കേരളത്തിൽ അത് കണ്ടെത്താൻ എന്തൊക്കെ ചെയ്യാൻ സാധിക്കും, അതാണ് ഇപ്പോൾ ആവശ്യമായിട്ടുള്ളത്. മുളയിൽ നുള്ളിക്കളയാൻ സാധിക്കുമോ? അടിയന്തരമായും അത് ആവശ്യമായി വരുന്നു എന്നാണ് എൻ്റെ വ്യക്തിപരമായ ഒരു നിരീക്ഷണം. ശരി, ശ്രീ പുരുഷൻ കടലുണ്ടി MLA, ഇവിടെ ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് തന്നെ പറഞ്ഞിരിക്കുകയാണ് ഒരു ജാഗ്രത കുറവ് സംഭവിച്ചിട്ടുണ്ട്. ഈ കാര്യത്തിൽ ബോധവൽക്കരണം നടത്തുന്നതിലായാലും അതുപോലെ തന്നെ പ്രതിരോധ നടപടികൾ സ്വീകരിക്കുന്നതിലായാലും ഒരു വേഗത കുറവുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ സ്വാഭാവികമായും ഉണർന്ന് പ്രവർത്തിക്കുന്നുണ്ട് ആരോഗ്യവകുപ്പ്, പൊതുജനാരോഗ്യ പ്രവർത്തകരടക്കം വളരെ സജീവമായി രംഗത്തുണ്ട്, നല്ല രൂപത്തിൽ ബോധവൽക്കരണം നടക്കുന്നുണ്ട്. പക്ഷെ 10 ജീവൻ നഷ്ടപ്പെട്ടു എന്നൊരു യാഥാർത്ഥ്യം നമ്മുടെ മുന്നിലുണ്ട്. ഇപ്പോൾ ചികിത്സയിലുള്ളവർ ഗുരുതരാവസ്ഥയിലാണ് എന്ന യാഥാർത്ഥ്യവുമുണ്ട്. അപ്പോൾ ഈ കാര്യത്തിൽ ഒരു ഉണർന്ന് പ്രവർത്തിക്കലും വൈകിയോ എന്ന തരത്തിലുള്ള വിമർശനങ്ങൾ ഉയർന്നിട്ടുണ്ട്. ഈ ഘട്ടത്തിൽ അത് എല്ലാവരും പരിമിതപ്പെടുത്തിയിട്ടുണ്ട് ഇതിൻ്റെ ഔചിത്യം പരിഗണിച്ചുകൊണ്ട്. അപ്പോൾ പോലും നാം എത്രമാത്രം ഉണർന്ന് പ്രവർത്തിച്ചു എന്നത് സംബന്ധിച്ച് ഉയരുന്ന വിമർശനങ്ങൾക്കുള്ള മറുപടി എന്താണ്? അപൂർവമായ ഒരു രോഗമാണ് നമ്മുടെ നാട്ടിൽ പരന്നത്. അതിൻ്റെ ഗൗരവം മനസ്സിലാക്കി തന്നെയാണ് ഇടുക്കിയിൽ പരിപാടി ഉണ്ടായിട്ടും അതെല്ലാം റദ്ദ് ചെയ്ത് ആരോഗ്യവകുപ്പ് മന്ത്രി തന്നെ ഈ കോഴിക്കോട്ട് വന്നിറങ്ങുകയും ക്യാമ്പ് ചെയ്യുകയും അടിയന്തരമായ യോഗങ്ങൾ നടത്തി വേണ്ട രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തു. ബോധവൽക്കരണം എന്ന് നേരത്തെ പറഞ്ഞത് വളരെ പ്രധാനമാണ്. അതുകൊണ്ടാണ് ആർദ്രം പദ്ധതി, അതിൻ്റെ മികവ് കൊണ്ടാണ് കൂടുതൽ ആളുകൾ മരിക്കാതെ നിൽക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. 20 ലക്ഷമാണ് അതിനുവേണ്ടി മാറ്റിവെച്ചത്. അതിൽ 20 ലക്ഷം അത് മന്ത്രി അത് പ്രഖ്യാപിക്കുക മാത്രമല്ല, മന്ത്രി ശൈലജ ടീച്ചർ ഇവിടെ എല്ലാവരുമായും പ്രധാനപ്പെട്ട ഡോക്ടർമാർ, അതിൻ്റെ പ്രധാനപ്പെട്ട ആളുകളുമായി ചർച്ച ചെയ്യുകയും അതിന് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കുകയും അത് ഈ കാശ് പ്രഖ്യാപിക്കുക മാത്രമല്ല, ഉടനെ ബഹുമാനപ്പെട്ട മന്ത്രി TP അത് ബീവറേജ് കോർപ്പറേഷനിൽ നിന്ന് എത്തിക്കാനുള്ള ഏർപ്പാടും ചെയ്തു. അപ്പോൾ അടിയന്തരമായ എല്ലാ പ്രവർത്തനങ്ങളും ഈ കാര്യത്തിൽ ഗവൺമെൻറ് ചെയ്യുന്നുണ്ട്, ഡോക്ടർമാർ ചെയ്യുന്നുണ്ട്,
മറ്റ് ഇതുമായി ബന്ധപ്പെട്ട എല്ലാവരും അതിനുവേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. ഈ അപൂർവ രോഗത്തെക്കുറിച്ച് അജ്ഞാതമായ ചില കാര്യങ്ങൾ, അത് ജനങ്ങളെ പേടിപ്പെടുത്തുന്ന ചില കാര്യങ്ങൾ നമ്മളെ മറ്റ് വിഷ്വൽ മീഡിയ അല്ല, സോഷ്യൽ മീഡിയ പുറത്തുവിടുന്നു എന്നുള്ളത് വളരെ ആപത്കരമാണ്. പക്ഷേ നിങ്ങൾ ഇപ്പോൾ ചോദിച്ചു പ്രതിപക്ഷ നേതാവ് എന്താണ് പറയുന്നത്. പ്രതിപക്ഷ നേതാവ് അടുത്ത കാലത്ത് സ്ഥിരമായി പറയുന്ന കാര്യങ്ങൾ ഈ കാര്യത്തിലും പറഞ്ഞു എന്നേ എനിക്ക് തോന്നുന്നുള്ളൂ. കാര്യം ഗൗരവമായി കാണേണ്ടത്, ഒന്നിച്ചു നിന്ന് പ്രവർത്തിക്കേണ്ട ഒരു സമീപനം പ്രതിപക്ഷ നേതാവിൽ നിന്നുണ്ടായില്ല എന്നുള്ളത് വളരെ പരിതാപകരമാണ്. ഇത്തരം രോഗങ്ങളോ ഇത്തരം ആഘാതങ്ങളോ നമ്മുടെ നാട്ടിൽ വരുമ്പോൾ ഒന്നിച്ചു നിന്ന് അതിനെ എതിർക്കാനും അതിനെ പ്രതിരോധിക്കാനും നമ്മൾ സജ്ജരാണ് എന്ന് പറയുമായിരുന്നു വേണ്ടിയിരുന്നത്. നമ്മുടെ നാട്ടിൽ എല്ലാ മെഡിക്കൽ കോളേജിലും ആവശ്യം എങ്ങനെ രോഗികൾ വന്നാൽ അതിന് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. കൂടുതൽ വിദഗ്ധരായ ഡോക്ടർമാരെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. കേന്ദ്രത്തിൽ നിന്ന് എത്തിച്ചിട്ടുണ്ട്. കേന്ദ്രത്തിൽ നിന്ന് എത്തിച്ച എത്ര ഫലപ്രദമാണ്. നമ്മുടെ ഡോക്ടർമാർ തന്നെ വിദഗ്ധരാണ്. അതിനുവേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കുകയും ബോധവൽക്കരണം നടത്തുകയും ശ്രീ കെ പി അരവിന്ദൻ, ഇവിടെ ഇപ്പോ ആ ഭാഗത്ത് ഒരു കിണർ, അത് വൃത്തിയാക്കാൻ ഇറങ്ങിയവർക്കാണ് ഈ രോഗബാധ ഉണ്ടായത് എന്ന ഒരു തരം മനസ്സിലാക്കൽ. അതിൻ്റെ ഭാഗമായി ആ കിണർ കവർ ചെയ്യുന്നു. അതിനകത്ത് 2 വവ്വാലുകൾ ഉണ്ടായിരുന്നു എന്ന് കണ്ടെത്തുന്നു. അതിനിപ്പോൾ പ്രത്യേക അനുമതികളെല്ലാം സമ്പാദിച്ചു കഴിഞ്ഞു. അത് പൂനെയിലേക്ക് കൊണ്ടുപോകുന്നു. പൂനെയിലെ ലാബിൽ അതിൻ്റെ ടെസ്റ്റുകൾക്ക് വിധേയമാക്കുന്നു. ഇതൊക്കെയാണ് ഇപ്പോൾ വന്നിരിക്കുന്ന വിവരങ്ങൾ. അപ്പോൾ ഒരു പ്രത്യേക മേഖലയിൽ മാത്രമായി ഇത് നിൽക്കുന്നു എന്നൊരു ആശ്വാസമാണ് ആരോഗ്യമന്ത്രി അടക്കം പ്രകടിപ്പിക്കുന്നത്. അങ്ങനെ കരുതാൻ കഴിയുമോ? പ്രത്യേകിച്ചും ഇപ്പോൾ ഡോക്ടർ PS ജിനേഷ് പറഞ്ഞു, ഈ തരത്തിലുള്ള ഈ വലിപ്പമുള്ള വവ്വാലുകളിൽ നിന്നാകണമെന്നില്ല ഈ വൈറസ് സംക്രമിച്ചിട്ടുണ്ടാവുക എന്ന്. അപ്പോൾ നാം ഇന്നിപ്പോൾ നല്ല ആത്മവിശ്വാസത്തോടെ പറയുകയുണ്ടായി, മുൻപ് ഇന്ത്യയിൽ ഈ വൈറൽ ബാധ ഉണ്ടായപ്പോൾ നമുക്ക് 4 വർഷം എടുത്തു അതിൻ്റെ ഉറവിടം കണ്ടെത്താൻ, ഏത് വൈറസാണ് എന്ന് കണ്ടെത്താൻ. ഇന്നിപ്പോൾ 10 മണിക്കൂർ കൊണ്ട് നമുക്കത് കണ്ടെത്താൻ കഴിഞ്ഞു. ശനിയും ഞായറും ആ സ്ഥാപനം അവധിയാണ്, ഈ പറയുന്ന ദേശീയ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട്. പക്ഷേ അവർ ആ ദിവസങ്ങളിലും പ്രവർത്തിച്ച് നമുക്ക് കൃത്യമായ സ്ഥിരീകരണം ഈ കാര്യത്തിൽ കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ സ്ഥിരീകരണം കിട്ടി. പക്ഷേ ഇതിൽ എന്താണ് സംഭവിച്ചത്, ഏതിൽ നിന്ന് വന്നു, എങ്ങനെയാണത് പരിഹരിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളിൽ ആ വൈദഗ്ധ്യം നാം പുലർത്തിയോ? ഇപ്പോൾ ഒരു കിണർ മൂടുക, 2 വവ്വാലിനെ പിടികൂടി ഈ പറയുന്ന പൂനെയിൽ കൊണ്ടുപോയി പരിശോധിക്കുക, ഒരു മേഖലയിൽ മാത്രമായി ഇത് പരിമിതപ്പെട്ട് നിൽക്കുന്നു, അതുകൊണ്ട് ആശങ്ക വേണ്ട എന്ന് പറയുക, ഈ പറയുന്ന വവ്വാല് കടിച്ചു എന്ന് സംശയം തോന്നുന്ന കായ്കനികൾ കഴിക്കാതിരിക്കുക, ഇത്തരം കാര്യങ്ങളിലാണ് ഇപ്പോൾ ഊന്നുന്നത് നാം. അത് എത്രമാത്രം ഈ വിഷയത്തെ ഗൗരവമായി ഉൾക്കൊണ്ടുള്ള സമീപനമാണ്? ഇവിടെ ജിനേഷ് ആദ്യം പറഞ്ഞ ഒരു കാര്യത്തിൽ നിന്നാണ് ഞാൻ തുടങ്ങാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഇത് വളരെ ഗൗരവപൂർണമായിട്ട് കാണേണ്ട സംഗതിയാണ്. പക്ഷെ അതേസമയം പരിഭ്രാന്തി ജനങ്ങളിൽ ഉണ്ടാവേണ്ട ഒരു ആവശ്യമുണ്ടെന്നും തോന്നുന്നില്ല. പരിഭ്രാന്തി എന്ന് പറഞ്ഞാൽ ഇത് നാടാകെ പടരുമെന്നുള്ളൊരു പരിഭ്രാന്തി. കാരണം ഈ രോഗത്തെപ്പറ്റി നമുക്ക് കുറച്ച് കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് അറിയാവുന്ന ഒന്ന്, ഇത് വവ്വാലുകളിൽ നിന്ന് മാത്രം ആണ് വരുന്നത്. അപ്പോൾ ഉറവിടം എപ്പോഴും വവ്വാലുകളാണ്. ആ വവ്വാലുകളിൽ നിന്ന് വരുന്ന ആദ്യഘട്ടം എന്ന് പറഞ്ഞാൽ വളരെ അപൂർവമായി സംഭവിക്കുന്ന ഒരു സംഗതിയാണ്. മനുഷ്യനും വവ്വാലുകളും മറ്റു മൃഗങ്ങളും ഒന്നിച്ചു നിൽക്കുന്ന ചില സാഹചര്യങ്ങളിൽ അപൂർവമായി മാത്രം സംഭവിക്കുന്നതാണ്. അപ്പോൾ ഈ പേരാമ്പ്രയിൽ ഇത്തവണ അത് ഉണ്ടായി. അത് വീണ്ടും വീണ്ടും പല സ്ഥലത്തും ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുമെന്ന് നമ്മൾ കരുതേണ്ടതില്ല. പക്ഷേ എപ്പോഴെങ്കിലും അത് ഉണ്ടായിക്കഴിഞ്ഞാൽ, ആദ്യത്തെ കേസ്, ഇതിലിപ്പോൾ ആദ്യമുണ്ടായിരുന്ന കേസ് മെയ് 3-ാം തീയതിയാണ് അവർക്ക് രോഗം വരുന്നത്, അദ്ദേഹത്തിന് 5-ാം തീയതി മരിക്കുന്നു. അത് കഴിഞ്ഞ് 10 ദിവസം കഴിഞ്ഞാണ് അടുത്ത 2 കേസുകൾ വരുന്നത്. അത് ഈ രോഗിയിൽ നിന്ന് കിട്ടിയതാണ്. അപ്പോൾ മനുഷ്യൻ